ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. AD ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള സർക്കാർ സ്ഥാപനമായ കാരഫെഡിലേക്ക് ഫയർമാൻ എന്ന പോസ്റ്റിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അടിസ്ഥാന യോഗ്യത പറഞ്ഞിട്ടുള്ളത് 10ാം ക്ലാസ് പാസ്സാണ്. അപ്പോൾ നമുക്കിനി ഡീറ്റെയിൽ വീഡിയോ സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മളിന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കാറ്റഗറി നമ്പർ പറഞ്ഞിട്ടുള്ളത് 430/2024 ജനറൽ വിഭാഗമാണ് പറഞ്ഞിട്ടുള്ളത്. കേര കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡ് താഴെ പറയുന്ന ഉദ്യോഗത്തിന് തിരഞ്ഞെടുക്കപ്പെടുന്ന നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും ഓൺലൈനിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ വഴി അപേക്ഷ ക്ഷണിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സ്ഥാപനത്തിൻ്റെ പേര് കേര കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡ് കാരഫെഡ്. ഉദ്യോഗ പേര് ഫയർമാനാണ്. ശമ്പളം 16,500 മുതൽ 35,700 വരെ. ഒഴിവുകളുടെ എണ്ണം 1 പറഞ്ഞിട്ടുള്ളത്. പ്രൊബേഷൻ പീരീഡിൻ്റെ കാലാവധി പറയുന്നുണ്ട്. ജോലിയിൽ പ്രവേശിച്ച അന്ന് മുതൽ ആദ്യത്തെ 3 വർഷത്തിൽ 2 വർഷം പ്രൊബേഷണറി പീരീഡാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിയമന രീതി പറഞ്ഞിട്ടുള്ളത് നേരിട്ടുള്ള നിയമനമാണ്. ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഉദ്യോഗാർത്ഥികൾ 2/1/1984 1/1/2006 ഇടയിൽ ജനിച്ച കാൻഡിഡേറ്റ്സ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പറഞ്ഞ 2 ഡേറ്റ്സും ഇൻക്ലൂഡിംഗ് ആണ്. പിന്നെ ഗവൺമെൻറ് റൂൾസ് പ്രകാരമുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത പറഞ്ഞിട്ടുള്ളത് SLC പാസ്സാവണം, അല്ലെങ്കിൽ അതിന് തുല്യമായ യോഗ്യത. അതോടൊപ്പം തന്നെ ബോയിലർ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. NTC അല്ലെങ്കിൽ NC ആണ് പറഞ്ഞിട്ടുള്ളത്. NTC അല്ലെങ്കിൽ NAC അല്ലെങ്കിൽ അതിന് തുല്യമായ യോഗ്യത ഉണ്ടാവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അപേക്ഷ സമർപ്പിക്കേണ്ട രീതിയാണ് പറഞ്ഞിട്ടുള്ളത്. കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് യൂസർ ഐഡിയും പാസ്വേഡും കിട്ടും. അത് പ്രകാരം ലോഗിൻ ചെയ്തിട്ട് അവർ പറയുന്ന ഡാറ്റാസൊക്കെ എൻ്റർ ചെയ്യുക. എന്നിട്ട് അപ്ലോഡ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഫൈനലി ഒരു ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടി അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫോട്ടോയുടെ സൈസ്, പിന്നെ സിഗ്നേച്ചറിൻ്റെ സൈസ്, പുതിയ ഫോട്ടോ ആയിരിക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ടിഫിക്കേഷനിൽ പോയി വായിച്ച് നോക്കി മനസ്സിലാക്കി അപ്ലൈ ചെയ്യണം. അല്ലാത്ത പക്ഷം നമ്മൾ ആപ്ലിക്കേഷനൊക്കെ റിജക്റ്റ് ചെയ്ത് വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് 1/1/2025 അപ്പോൾ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കി മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി.